യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഭാവനയോട് ശത്രുതയുള്ളവരോ സംശയമുള്ളവരെയോ കുറിച്ച് അറിയാമെങ്കിൽ പറഞ്ഞോളൂ, ബാക്കി ഞാൻ ഏറ്റു. ഭാവനയ്ക്ക് ഇങ്ങനൊരു ദുർവിധി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറായിരുന്നു ഭാവന. സൂര്യ വെക്കോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോ. ശരി കുമാറേ, ഇയാളാവുന്നോണ്ട് സാർ. ഹലോ, ഇതാണോ രാവിലെ വിളിക്കാന്ന് പറഞ്ഞ്? ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച ലീവിലായിരുന്നു. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തുള്ളൂ. അതൊന്നും വേണ്ട, ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്തോളാം. എന്നാ നമുക്ക് വൈകിട്ട് കാണാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ഡോക്ടർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഭാവനയ്ക്ക് ആക്സിഡന്റ് ആയി. ഇവിടെ ICUല. എമർജൻസി ഓപ്പറേഷനും കഴിഞ്ഞു. റിയലി? അതെ ഡോക്ടർ, രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണെന്നാ അറിഞ്ഞത്. കുടുംബക്കാര് മൊത്തം ഹോസ്പിറ്റലിലുണ്ട്. ഇന്നത്തെ കണിബലം കൊള്ളാലോ റാണി. ഇത്രയും അവൾക്ക് അത്യാവശ്യം തന്നെയാ. ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ICUല് കിടക്കാനും ഒരു ഭാഗ്യം വേണം. സൂര്യയാണ് ഭാവന ഇവിടെ കൊണ്ടുവന്നത്. റാണി അവളെ കണ്ടോ? ഇല്ല ഡോക്ടർ, എനിക്ക് വാർഡിലായിരുന്നു ഡ്യൂട്ടി, കാണാൻ പോയില്ല. സൂര്യ എവിടെയുണ്ടോ? ഉണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ പ്രണയനായകൻ തകർന്നിട്ടുണ്ടാവുമല്ലോ. ഇതൊരു അപൂർവ ചാൻസ് റാണി. ഭാവനയോടുള്ള കണക്ക് തീർക്കാനുള്ള ചാൻസ്. ഡോക്ടർ 1 മാസത്തെ ലീവാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ ഡോക്ടറെ വിളിച്ച് പറയാത്തത്. ഇതാണ് റാണി പറയുന്നത് ചില നിമിത്തമാണെന്ന്. ഞാനിപ്പോ ലീവ് ക്യാൻസൽ ചെയ്ത് വന്ന എന്താണെന്ന് അറിയോ? ഇല്ല ഡോക്ടർ. MD വിളിച്ചിട്ടാ ഞാൻ വന്നത്. MDക്ക് നാളെ എമർജൻസി ആയിട്ട് ഒരു യാത്രയുണ്ട്. ഡൽഹിക്ക് പോയിട്ട് മടങ്ങി വരുന്നവരെ എനിക്കായിരിക്കും MDയുടെ ചാർജ്. ആണോ ഡോക്ടർ? അതെ റാണി. ഭാവന ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്ക എന്താ വേണ്ടേന്ന്. അല്ല ഡോക്ടർ, സൂര്യക്ക് നമ്മളെ കണ്ടുകൂടാത്തതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഡോക്ടർ? അതാരാണ് ഞാനിപ്പോ പറഞ്ഞത്. പന്തിപ്പോ നമ്മുടെ കോട്ടിലാണ്. MD പോയി കഴിഞ്ഞാ പിന്നെന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. MD വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. ഇതാണ് റാണി അറിവുള്ളവർ പറയുന്നത്. ക്ഷമയോടെ കാത്തിരുന്ന അവസരങ്ങൾ നമ്മളെ തേടി വരുമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ ദിവസം തന്നെ എന്നോട് ജോയിൻ ചെയ്യാൻ MD പറയൂ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഡോക്ടർ. മോളെ ഭാവന, ഒടുവിൽ നീ എന്റെ മുമ്പിൽ തന്നെ വന്ന് വീണു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുടുംബം മൊത്തം ഇവിടെ ഉണ്ടല്ലോ. ഭാവനയുടെ അമ്മ ഇവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പോ ഞാൻ ഇവരോട് കാണിച്ചതൊന്നും ഇവര് മറന്നിട്ടുണ്ടാവില്ല. നോക്കാം. എല്ലാവരും ഇങ്ങനെ ഇവിടെ കൂടി നിൽക്കാൻ പാടില്ല. എന്താ, എന്തു പറ്റി? ആരെങ്കിലും അഡ്മിറ്റ് ആയിട്ടുണ്ടോ? അതെ ഡോക്ടർ, ഭാവനയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. മൈ ഗോഡ്, ഭാവനയ്ക്ക് ആക്സിഡന്റോ? എവിടെ വെച്ച്? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഏത് വണ്ടി അടിച്ചെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഡോക്ടർ. ഈശ്വര, ഇത് എന്തൊരു പരീക്ഷണ. ഭാവനയോട് ഇത്രമാത്രം വൈരാഗ്യമുള്ളത് ആർക്കാ? എന്റെ മോൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവളാ. എന്നിട്ടും
അവക്ക് തന്നെ ഇങ്ങനൊരു വിധി വന്നു. ഭാവന ദ്രോഹം ചെയ്തിട്ടുണ്ട് തള്ളേ. എന്നോട് അവള് കാണിച്ചതിനൊക്കെ പകരം വീട്ടാനുള്ള ഒരു അവസരം എന്റെ മുന്നിൽ വന്ന് വീണിരിക്കുന്നത്. കേട്ടപ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ ഭാവന ഒന്ന് കാണട്ടെ. ആരും വിഷമിക്കണ്ട, ഭാവനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. അണ്ണാ, അയാളെ സൂക്ഷിക്കണം. അയാൾ ചതിയനാ. അണ്ണനോട് ചെല്ല്, പെങ്ങളെ കാണുകയും ചെയ്യാലോ. അത് വേണ്ടടാ, ചിലപ്പോ ഡോക്ടർക്ക് ഇഷ്ടപ്പെടത്തില്ല. പാവം ഭാവനെ, നിനക്ക് ഇങ്ങനൊരു ഗതി വരുന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭാവന, തന്നെ ഈ പരുവത്തിലാക്കിയത് ആരാണെങ്കിലും അയാളെ ഒന്ന് കാണാൻ പറ്റിയ അയാൾക്കൊരു കുതിരപ്പവൻ ഞാൻ സമ്മാനായിട്ട് കൊടുക്കും. അത്രയ്ക്ക് വലിയൊരു കാര്യ അയാൾ ചെയ്തിരിക്കുന്നത്. അല്ല ഭാവന, സൂര്യക്കൊന്നും പറ്റാതെ നിനക്ക് മാത്രം എങ്ങനെ അപകടം പറ്റി? അതാ എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇങ്ങനെ ജീവച്ചവായിട്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കിടക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അല്ല, നിന്റെ ശത്രുക്കളൊന്നും ഈ വിവരം അറിഞ്ഞില്ലേ? ആരെയും കണ്ടില്ല? അതോ ഇനി അവരാരെങ്കിലും നിനക്കിട്ട് പണി തന്നതാണോ? അങ്ങനെ വരാനുള്ള സാധ്യതയാ കൂടുതൽ. കാരണം നിന്നെ തീർക്കാൻ വേണ്ടി എനിക്ക് കൊട്ടേഷൻ തന്നവളാ ജയധർമ്മല, നിന്റെ പ്രിയതമന്റെ അമ്മ. അപ്പൊ പിന്നെ ആ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഡബിൾ പ്രൊമോഷൻ കിട്ടിയാൽ പോലും ഞാൻ ഇത്രയ്ക്ക് ഹാപ്പി ആവില്ല. അത്രമാത്രം സന്തോഷവാനാ ഞാനിപ്പോ. എടി മോളെ, എന്നോട് കളിച്ചവരെല്ലാം അവസാനം എന്റെ കാൽ കീഴിൽ വീണിട്ടേ ഉള്ളൂ. ദേ, ഇപ്പൊ നീ അടക്കം. നീ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം എനിക്കിവിടെ ഒരു കളിയും കളിക്കാൻ പറ്റില്ല. നിന്നെ എങ്ങനെയൊക്കെ ഒതുക്കാൻ നോക്കിയാലും അതിശക്തമായിട്ട് തന്നെ നീ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നീ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഒന്ന് കാണണം. ഇനി അഥവാ നീ രക്ഷപ്പെട്ടാലും ജീവൻ മാത്രമേ നിനക്ക് തിരിച്ചു കിട്ടൂ. ജീവിതകാലം മുഴുവനും ബെഡിൽ തന്നെ കഴിയേണ്ട അവസ്ഥയിലേക്ക് ഞാൻ നിന്നെ മാറ്റും. അതെന്റെ ഉറച്ച തീരുമാനം തന്നെയാ മോളെ. ഇവിടെ എന്നെ തോൽപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ ഒരുത്തിനും കഴിയില്ല. സൂര്യയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അവനെ പോലെ ഒരു മണ്ടൻ ഈ ലോകത്ത് കാണില്ല. കാരണം നിന്റെ ശത്രുവായ ഈ ഡോക്ടർ ശ്രീറാം ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലായത്. അപ്പൊ പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ കിട്ടിയ ഞാൻ ചുമ്മാതിരിക്കോ? നിന്റെ ഉപബോധ മനസ്സില് ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോ നീ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. എങ്കിൽ വളരെ സന്തോഷം. പതനം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ ഞാൻ നേരിട്ട് കണ്ടില്ല. എത്ര കൊടി കെട്ടിയവനായാലും ഒടുവിൽ അന്ത്യം നിലത്ത് തന്നെയെന്ന് കേട്ടിട്ടില്ലേ? പാവം, എന്തൊക്കെയായിരുന്നു. തൽക്കാലം നീ ഉറങ്ങിക്കോ. ജീവിതകാലം മുഴുവനും ഇതുപോലെ കിടക്കാനുള്ള ഒരു ഭാഗ്യം ഞാൻ ഉണ്ടാക്കി തരാം. പാവം, നിന്റെ അമ്മയും സഹോദരങ്ങളൊക്കെ എന്നോടിപ്പോ തൊഴുത് കരഞ്ഞു പറഞ്ഞതേ ഉള്ളൂ നിന്നെ രക്ഷിക്കാൻ. എന്ത് ചെയ്യാം, എനിക്ക് സമാധാനപ്പെടുത്താനല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ ഭാവനയുടെ ശത്രുവായി എന്നോട് അപേക്ഷിക്കാൻ മാത്രം അത്രയ്ക്ക് മന്ദബുദ്ധികളായി പോയോ നിന്റെ വീട്ടുകാരൊക്കെ? എന്തായാലും നിന്നെ ഞാൻ കൊല്ലില്ല. കൊന്നാ എന്നെ ഉറപ്പായിട്ട് സംശയിക്കും. പ്രതികാരം ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങൾ കിടക്കുന്നു. ഇനിയുള്ള കാലം പരസഹായം കൂടാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല ഭാവന. അതിന് ഞാൻ നിന്നെ അനുവദിക്കില്ല. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭാരമായി നീ ഇങ്ങനെ തന്നെ കിടന്നു നരകിക്കും.
സൂര്യ പോലും നിന്നെ വെറുക്കണം. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ.